കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. അത് ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കാം. അതാ ആ കാണുന്നതല്ലേ അന്യഗ്രഹ ജീവി എന്നുള്ള ഒരു തലക്കെട്ടോടെയാണ് ഈ ഒരു ചെറിയ ബോക്സ് ന്യൂസ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇത്രയും വലിയ പത്രത്തിൽ ഒരു ചെറിയ സെക്ഷൻ വാർത്തയിൽ ഒതുങ്ങിപ്പോയ ആ ഒരു കാര്യം ഈ ലോകം മുഴുവനും ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിനെപ്പറ്റി നമുക്കാർക്കും ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യമില്ലല്ലോ. കാരണം ഇപ്പൊ ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ പോകുന്നത്, അതാണ് ഈ പത്രത്തിന്റെ ഏറ്റവും ഫ്രണ്ട് പേജിൽ കിടക്കുന്ന വാർത്ത. അതെന്തെങ്കിലും ആവട്ടെ, ഈ വാർത്ത നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പറക്കുന്ന കിളിയുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സംഭവം ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാനിത് വിചാരിച്ചത് ഒരു AI വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഇത് കൃത്രിമമായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. അതായത് 2023 സെപ്റ്റംബർ ആയപ്പോൾ ഒരു കൂട്ടം ആൾക്കാര് ഈ ഷേപ്പിലുള്ള ഒരു പറക്കുന്ന കിളിയ ഒരു സ്ഥലത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടു വരുന്നതായിട്ട് ഒരു കൂട്ടം ആൾക്കാർ കാണുന്നു. ഈ ഒരു സംഭവത്തെ ഒരുപാട് ആൾക്കാർ അവരുടെ കൺമുന്നിലൂടെ കണ്ടതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സംഭവം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ആരംഭിക്കുന്നു. പിന്നീട് ഈ ഒരു സംഭവം FBI കൈവരെ എത്തുന്നു. അപ്പോ FBI എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ കണ്ടു നിന്ന ആൾക്കാരെല്ലാരും വിളിച്ചുകൊണ്ട് അവരെന്താണ് കണ്ടത് എന്നുള്ളതിന്റെ ഒരു ഡ്രോയിങ് അങ്ങോട്ട് വരച്ചു തീർത്തു. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ചിത്രമാണ് ശരിക്കും ഇത്. അല്ലാണ്ട് ഇതൊരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജ് അല്ല. ഞാനിപ്പോ ഇത് പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ ഈ ഒരു പേപ്പർ കട്ടിങ്ങിന്റെ ഫോട്ടോഗ്രാഫി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോ അത് എന്താണ് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോ അതിന്റെ ഒരു സ്റ്റോറിയാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് വേറൊരു സംശയം ഉണ്ടായിരിക്കും, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വാർത്ത ഇപ്പോ വാർത്തയിൽ വന്നതെന്നുള്ളത്. അത് വേറൊന്നല്ല, കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഗവൺമെന്റ് 162 UFOയുടെ ഫയൽസും ഫോട്ടോഗ്രാഫും വീഡിയോസും ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗവൺമെന്റ് പറക്കുംതളിയുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വിട്ടു എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അപ്പോൾ അതിനെപ്പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, കമന്റ് സെക്ഷനിൽ ഞാൻ ഒരു വീഡിയോ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഒന്ന് വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. ആ വീഡിയോ കാണുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമന്റ് ചെയ്തിട്ട് കൂടി പോകാൻ ശ്രമിക്കുക.